ബംഗ്ലാദേശിലെ ധാക്കയിൽ ഇന്ത്യൻ വിസ സെന്ററിന് മുന്നിൽ ബംഗ്ലാദേശികളുടെ പ്രതിഷേധം. ഇന്ത്യ വിസ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഹിന്ദുവിരുദ്ധ കലാപത്തെ തുടർന്ന് ബംഗ്ലാദേശികൾക്ക് വിസ നൽകുന്നത് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഗൗതം തുടരുകയാണ്. ഗൗതം, ബംഗ്ലാദേശിൽ ഹിന്ദു വിശ്വാസികൾക്ക് നേരെ അതിക്രൂരമായ അതിക്രമം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം നേതൃത്വത്തിൽ വർഗീയ ശക്തികൾ നടത്തിയതിൽ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ബംഗ്ലാദേശികൾക്ക് വിസ നൽകുന്ന ഒരു തീരുമാനം താൽക്കാലികമായി ഇന്ത്യ അത്തരൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് വരുന്നത്? ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്നുകൊണ്ടിരുന്ന ഹിന്ദു വിരുദ്ധ കലാപം, അതോടൊപ്പം തന്നെ ഇന്ത്യ വിരുദ്ധ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിലേക്ക് എത്തുവാനുള്ള വിസ നിഷേധിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ബംഗ്ലാദേശികളുടെ നേതൃത്വത്തിൽ ധാക്കയിലെ ഇന്ത്യൻ വിസ സെന്ററിന് അകത്ത് ബഹളം വെച്ചത്. ഇന്നലെ ഒരു കൂട്ടം ബംഗ്ലാദേശികൾ എത്തി അവിടുത്തെ വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ അസഭ്യം പറയുകയും ഓഫീസ് ആക്രമിക്കാൻ ഒക്കെയുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അടുത്തിടെ നടന്നിട്ടുള്ള കലാപത്തിന്റെ സ്വഭാവം നമുക്കറിയാം. ഒന്ന്, അതൊരു ഇന്ത്യ വിരുദ്ധ കലാപമായിരുന്നു. കാരണം ഭാരതത്തോട് ചേർന്ന് നിൽക്കുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ ഒരു ഇന്ത്യ വിരുദ്ധ സർക്കാർ രൂപീകരിക്കുക എന്ന പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒത്താശയോടെ ജമാഅത്തെ ഇസ്ലാമി ആസൂത്രണം ചെയ്ത കലാപമാണ്. ആ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെട്ടത് ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദു സമൂഹമാണ്. ഈ വസ്തുതകളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതം ബംഗ്ലാദേശികൾക്ക് തൽക്കാലത്തേന് വിസ നിഷേധിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ബംഗ്ലാദേശികൾ തലസ്ഥാനമായ ധാക്കയിൽ പ്രതിഷേധം നടത്തിയത്. ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.